അതായത് നേരത്തെ മഞ്ജുഷും രഞ്ജിത്തും സൂചിപ്പിച്ച പോലെ നാളെ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനാൽ അപ്രഖ്യാപിതമായി ഒരു നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് വാഹനങ്ങളടക്കം കടത്തിവിടുന്നതിൽ സുരക്ഷാ പരിശോധനകളടക്കം അതൊക്കെ നമുക്ക് പ്രകടമായിരുന്നു. പക്ഷേ എങ്കിലും ഇന്ന് ദർശനം തേടിയെത്തിയവരുടെ സാന്നിധ്യം അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിരിക്കുന്ന ഒരു സംഘം അയ്യപ്പന്മാർ എന്നോടൊപ്പം ചേരുന്നു. എവിടുന്നാണ്? തിരുവനന്തപുരത്ത് എവിടെയാണ്? നമ്മൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര. എന്താ ഈ സമയം തിരഞ്ഞെടുക്കാൻ കാരണം? ദർശനത്തിൽ നമ്മുടെ മാസപൂജയ്ക്ക് കണക്കാക്കി വന്നതാണ്. എത്ര പേരുണ്ട് അവിടുന്ന്? നമ്മൾ 9-10 പേരുണ്ട്. 10 പേരുണ്ട്. ഈ സംഗമം നടക്കുന്ന കാര്യം അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. അപ്പൊ അത് നിങ്ങളുടെ അത് കാണാം എന്നൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നോ വന്നപ്പോൾ? ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനോട് എന്താണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് പോസിറ്റീവായിട്ട് നല്ലൊരു കാര്യമാണ്. ഓക്കെ, എന്താണ് പേര്? തിരുവനന്തപുരം തന്നെ. ഓക്കെ. അപ്പം ഇവിടുന്ന് കയറുകയാണ് അല്ലേ? അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ എന്തെങ്കിലും വാഹനങ്ങൾ നമ്മള് നിലയ്ക്കല് അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അതെ, തിരക്കുകൊണ്ടല്ല, അല്ലാതെ ഈ നാളത്തെ ഈ പരിപാടിയുടെ ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു. അതല്ലാതെ മറ്റു തടസ്സങ്ങളൊന്നും? അപ്പൊ നാളെ സ്റ്റേ ചെയ്ത് കണ്ടേ പോകുന്നുള്ളൂ? നിങ്ങൾ ഇത് കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പം ശരി, എന്നാ സുഖമായൊരു ദർശനം സാധിക്കും. ഇവിടെ കൊച്ചു കന്നി അയ്യപ്പന്മാരൊക്കെ ഉണ്ട്. അവർ ഏറെ പ്രതീക്ഷയോടെ ശബരിമല ദർശനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിരിക്കുന്ന അയ്യപ്പന്മാരാണ്. കന്നി അയ്യപ്പന്മാരുണ്ട്, മാളികപ്പുറങ്ങളുണ്ട്. എന്താ നിങ്ങളുടെ പേര്? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ശബരിമലയില്? ആദ്യമായിട്ടാ? ഓക്കെ. കന്നിമല. ഓക്കെ. എന്താ മക്കളുടെ പേര്? വാമിക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദർശനം സാധ്യമാകട്ടെ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകൾ. അവിടെ നിലയ്ക്കലിൽ ചില തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാ പരിശോധന അടക്കം രാവിലെ മുതൽ വളരെ കർശനമാണ്. കാരണം പ്രമുഖരൊക്കെ എത്തുന്നതാണ് നാളെ ഇവിടേക്ക്. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പെരിയാർ ടൈഗർ റിസർവിന് നടുവിൽ ഉള്ള ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങളൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. എന്നോടൊപ്പം ശശി നാരായണൻ കൂടി ചേരുന്നു. ശശി, ഇവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ടോ? എന്താണ് കഴിഞ്ഞ ദിവസം മുതൽ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട മറ്റ് എന്തെങ്കിലും പ്രത്യേക നിയന്ത്രണങ്ങളുണ്ടോ? നിലവിൽ അങ്ങനെ നിയന്ത്രണങ്ങളെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അയ്യപ്പന്മാർക്ക് നിയന്ത്രണം കാരണം ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് പുറമെ സാധാരണ രീതിയിലുള്ള ദർശനം നടത്തുന്നില്ല. പക്ഷേ നമ്മളിവിടെ കാണുന്ന കാഴ്ച കഴിഞ്ഞ 2 ദിവസമായി തിരക്ക് തീരെ കുറവായൊരു സാഹചര്യം ഉണ്ടായി. ഇത് വലിയ രീതിയിലാണ്. കാരണം സാധാരണ അയ്യപ്പന്മാർ ഈ മാസപൂജയ്ക്കൊക്കെ റെഗുലറായി വരുന്ന ആളുകൾ വന്ന് തൊഴുതിട്ട് പോകുന്നതാണ്. പക്ഷേ ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തിരക്ക് കുറവാണ്. ആ തിരക്ക് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ നിയന്ത്രണം, അപ്രഖ്യാപിത നിയന്ത്രണം ഉണ്ടോ എന്ന കാര്യം നമ്മൾ സംശയിക്കേണ്ടി. ഒരുപക്ഷെ സെലക്ടഡ് ആളുകൾക്ക് വരാൻ കഴിയുകയുള്ളൂ എന്നൊരു സംശയമുണ്ടല്ലേ? തീർച്ചയായിട്ടും VIP അടക്കം വരുന്ന ആളുകൾ വരുന്നൊരു പ്രദേശത്തേക്ക് ചിലപ്പോൾ നമ്മളറിയാതെ ചില നിയന്ത്രണങ്ങൾ സർക്കാർ, അതായത് ഈ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ശബരിമല ദർശനത്തെ അത് ഒരു തരത്തിലും ഇതുവരെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഒരുപക്ഷേ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ സംഗമം കൂടി കഴിഞ്ഞതിന് ശേഷം ദർശനം തേടിയാൽ മതി എന്ന് കരുതുന്ന ആളുകളും കാണും അല്ലേ? അതുകൊണ്ടായിരിക്കാം. തീർച്ചയായും ഇതിൽ സാധാരണഗതിയിൽ ഈ എല്ലാ മാസപൂജയ്ക്കും വലിയ രീതിയിൽ മലയാളികൾ അതുപോലെ തന്നെ അന്തർ സംസ്ഥാന തീർത്ഥാടകരൊക്കെ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ 2-3 ദിവസം ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം തീർത്ഥാടകർ തിരക്ക് വലിയ രീതിയിൽ കുറവുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള തീർത്ഥാടനത്തിലുള്ള നിയന്ത്രണം ഇവിടെയില്ല. മറിച്ച് എല്ലാവർക്കും സുഗമമായി ദർശനം നടത്താൻ കഴിയും. VIP-കൾക്ക് ഈ വരുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വരുന്ന VIP-കൾക്ക് മാത്രമല്ല സാധാരണ എല്ലാ ആളുകൾക്കും ദർശനം നടത്താൻ പറ്റുന്ന സാഹചര്യം ശബരിമലയുണ്ട്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ ഒരു സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നിന്നുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു ആളുകളുടെ, അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അടക്കമുള്ള ഒരു ആശയം സമീകരിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. തീർച്ചയായിട്ടും. ഏതായാലും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ത്രിവേണി പാലത്തിന് സമീപത്താണ്. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം ദർശനം തേടിയവരും ഇനി തേടാനുള്ളവരും പോകുന്ന കാഴ്ചകളുണ്ട്. സമയത്തിനകം നമുക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം നമ്മളോടൊപ്പം ചേരുകയാണ്.
എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ എന്താണ് നിലവിൽ ഏതാണ്ട് 100% വർക്കുകളും അതിൻ്റെ പൂർണ്ണതയിൽ വന്നിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തുന്ന ഡെലിഗേറ്റ്സിനെ, അയ്യപ്പ ഭക്തന്മാരെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിൻ്റെ വഴിത്താരയിൽ ഒരു നാഴികക്കല്ലായി മാറും എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമായും ആഗ്രഹിക്കുന്നത് മാസ്റ്റർ പ്ലാൻ, അതിപ്പോൾ ഒരു ഇംപ്ലിമെൻറ്റ് സ്റ്റേജിലേക്ക് പൂർണ്ണമായി വന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു ആശയം രൂപീകരിക്കുക, അടുത്ത ഘട്ടത്തിൽ അതിന് ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു സംശയം, അതായത് നമ്മൾ ഇവിടേക്ക് വരുന്ന വഴികളിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അതോടൊപ്പം സർക്കാരുമായി ബന്ധപ്പെട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു പക്ഷേ നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നത് സർക്കാരിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു വൈഡർ അക്സെപ്റ്റൻസ് കിട്ടുമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദേവസ്വം ബോർഡ് ഒരു തീരുമാനം അജണ്ട വെച്ചെടുത്ത് ഗവൺമെൻറ്റിനെ അറിയിച്ചു. ഗവൺമെൻറ് സർവാത്മന സ്വാഗതം ചെയ്തു, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പ്രോട്ടോക്കോൾ അടക്കമുണ്ട്. മറ്റ് സംസ്ഥാന മന്ത്രിമാരടക്കം അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് മറ്റ് രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം. കഴിഞ്ഞ മണ്ഡലമാരുടെ കാലം അടക്കം വിജയിച്ചത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സഹായത്തോടുകൂടിയല്ലേ അല്ലേ? അപ്പോൾ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായി ഞാൻ കണ്ടില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഈ പ്രതിപക്ഷ കക്ഷികളടക്കം പ്രത്യേകിച്ച് BJPയും ഒക്കെ അതിനെ രാഷ്ട്രീയമായി തന്നെ മറുപടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പെട്ടെന്നാണോ ഇങ്ങനൊരു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമില്ല. ഞങ്ങൾ എല്ലാവരെയും, പ്രതിപക്ഷ നേതാവിനെ അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. ദൗർഭാഗ്യകരമായി അവർ സഹകരിച്ചില്ല. അതുകൊണ്ട് രാഷ്ട്രീയമൊന്നും ഈ കാര്യത്തിൽ പറയുന്നതിൽ ഒരു രാഷ്ട്രീയം പറയും, അത് ശബരിമലയുടെ വികസന രാഷ്ട്രീയമാണ്. എല്ലാവരും കൈകോർത്ത് നിന്ന് ഇത് കേരളത്തിൻ്റെ അഭിമാനമാണ് ശബരിമല. ഇതിന് ലോകമെമ്പാടും അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവരെല്ലാം കൂടി കോർത്തിണക്കി ഒരു ആശയം രൂപീകരിച്ച് കാലാനുസൃതമായ മാറ്റം ശബരിമലയ്ക്ക് ഉണ്ടാവണം. ശബരിമലയിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ 147 കോടി രൂപയാണ് മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കലെ റോഡുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞാൻ പങ്കിടുകയാണ് സന്തോഷകരമായ വാർത്ത. റോപ്പ് വേ, നമ്മുടെ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് റോപ്പ് വേ നമ്മുടെ വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു മാസ്റ്റർ പ്ലാനകത്ത്. ഇന്ന് ദേശീയ വന്യജീവി ബോർഡിൻ്റെ ഒരു അനുകൂലമായ മിനിറ്റ്സ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളൊരു ബോർഡ് രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട്, റോപ്പ് വേയുമായി ബന്ധപ്പെട്ട് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് സ്പോട്ട് വിസിറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഒക്ടോബർ അവസാനത്തോടു കൂടി നമുക്ക് അതിൻ്റെ ഒരു കൺകറൻസ് കിട്ടും, ഒരു അംഗീകാരം കിട്ടും. 150 കോടിയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതെ, അതായത് ഇപ്പം നിലവിൽ ഏതാണ്ട് ഒരു 10,000 കോടി രൂപയുടെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ തന്നെ ഇതിൽ ഒരു പ്രായോഗികമായി ഉണ്ടാകാൻ ഇടയുള്ള വലിയൊരു തടസ്സം, ഇത് പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇനി അങ്ങോട്ട് വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്തുക എന്ന് പറയുന്നതിൽ പ്രായോഗികമായി ചില തടസ്സങ്ങൾ വരാൻ ഇടയിൽ. നോക്കൂ, ഈ പമ്പയും ഹിൽ ടോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഒരു സുരക്ഷാ പാലം വന്നു കഴിഞ്ഞാൽ അതൊരു അംഗീകാരം. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്. ആ ഹൈപ്പവർ കമ്മിറ്റിക്ക് വിധേയമായി മാസ്റ്റർ പ്ലാൻ്റെ 4 അതിരുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ഇതിനൊരു ദോഷവുമില്ല. ഇപ്പോൾ കുന്നാറിൽ നിന്ന് 2ാം ഒരു പൈപ്പ് ലൈൻ വലിച്ച് ശുദ്ധജലം സന്നിധാനത്തെ കൊണ്ടുവരുന്നതിന് ഒരു എതിർപ്പും വരേണ്ട കാര്യമില്ല. മാസ്റ്റർ പ്ലാൻ്റെ ഭാഗം അതെല്ലാം. റോപ്പ് വേ വന്യജീവികൾക്ക് യാതൊരു ശല്യവും ഉണ്ടാക്കാതെ ചരക്ക് ഇപ്പോൾ ട്രാക്ടറൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഡോളി നമുക്ക് വേണം അത്യാവശ്യം വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ആ രൂപത്തിൽ വന്യജീവികൾക്ക് ഒരു സ്വൈര്യമായി ജീവിക്കുന്നതിന് തടസ്സമുണ്ടാകാത്ത രൂപത്തിൽ റോപ്പ് വേ വരുന്ന തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിന് തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ പരിസ്ഥിതി സൗഹാർദ്ദമായി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി എത്ര മണിക്കാണ്? മുഖ്യമന്ത്രി ഇന്ന് എപ്പോഴാണ് ഇവിടേക്ക് എത്തുമോ? എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ അറിയുന്നത് അദ്ദേഹം രാത്രിയിൽ ഇന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വിശ്രമിക്കുന്നു. രാവിലെ പങ്കെടുക്കുന്ന രൂപത്തിലാണ്. സമയക്രമം 10:30 തന്നെയാണ് ഉദ്ഘാടനം. കഴിവതും 10 മണിക്ക് തന്നെ ആരംഭിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ജീവനക്കാരുടെ യോഗം, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ യോഗം എല്ലാം ചേർന്ന് നമ്മുടെ ഈ മെയിൻ വെന്യൂ തന്നെയാണോ ഈ സെഷനുകളൊക്കെ നടക്കുന്നത്? അല്ല, നമ്മൾ സെഷൻ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ മെയിൻ വെന്യൂ നടക്കുന്നത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. 2ാമത്തെ വെന്യൂ നടക്കുന്നത് നമ്മുടെ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 3ാമത്തെ സെഷൻ നടക്കുന്നത് പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട. ഒരേ സമയത്താണോ? 3 സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുകയാണ്. അതിന് പ്രത്യേകം ഡെലിഗേഷനുകൾ തിരിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക ഫോം കൊടുക്കും. ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ശബരിമലയെ ഒരു ആഗോള
പുണ്യ തീർത്ഥാടനക്കെതിരെ മാറ്റാൻ ആവശ്യമായ നിർദ്ദേശം തരാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കും അവരെ. അതോടൊപ്പം ഒരു മറ്റൊരു സംശയം, മറ്റേ 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവർ നമ്മുടെ രാജ്യക്കാരാണോ അതോ വിദേശികൾ തന്നെയാണോ? അല്ല, രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രണ്ടും ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും സ്വാഗതം, നിങ്ങളുടെ എല്ലാ സഹായ സഹകരണം. ഓക്കെ, തീർച്ചയായിട്ടും അത്തരത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കൂടി ഇന്ന് രാത്രി ഇവിടേക്ക് എത്തും. നാളെ രാവിലെ 10 മണിക്ക് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ പമ്പയ്ക്ക് സമീപം തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.